ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിറയാട്ടങ്ങളും കലാകാരന്മാരെ എല്ലാവർക്കും അറിയാൻ പറ്റും. അണിയറയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. അത്തരം കുറച്ച് കലാകാരന്മാരെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. ഓരോ തിറയ്ക്കും അല്ലെങ്കിൽ ഓരോ തെയ്യത്തിനും ആവശ്യമായിട്ടുള്ള രൂപങ്ങൾ കെട്ടിയുണ്ടാക്കുന്നത് ഓരോ കലാകാരന്മാരാണ്. പാളയിലും കുരുത്തോലയും മുളയും വെച്ച് ഈ ആധുനിക കാലത്തും പഴമയെ ഒട്ടും തന്നെ ചോർന്നു പോകാതെ ശ്രദ്ധയോടെ പഴമയുടെ എല്ലാ പ്രാധാന്യത്തെയും സൂക്ഷിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർ. ഓരോ തെയ്യത്തിനും അനുസരിച്ചുള്ള മുടിരൂപങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന കലാകാരന്മാർ. നാഗക്കാളിക്കും കുലവൻ തിറയ്ക്കും ഇതിനോടനുബന്ധിച്ചുമായ എല്ലാ തിറകൾക്കും അരങ്ങത്തെ മേളക്കാരും തിറക്കാരും കെട്ടിയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തെല്ല് റെസ്റ്റ് എടുക്കാതെ അല്ലെങ്കിൽ അതിനൊട്ടും ആമാന്തം കാണിക്കാതെ ആ കലാകാരന്മാർക്കുള്ള എല്ലാ സംഭവങ്ങളും കെട്ടിയുണ്ടാക്കുന്ന കലാകാരന്മാർ, അണിയറ പ്രവർത്തകരെന്ന് നമ്മൾ പറയും. സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും പൊതുരംഗത്ത് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ദൃശ്യാവിഷ്കാരത്തെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. അതിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരെ നമ്മൾ അറിഞ്ഞവരുമുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. പക്ഷെ സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും അവസാനമെങ്കിലും അവരുടെ പേരെഴുതി കാണിക്കുകയും പ്രശംസിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തരം തിറയാട്ട സമിതികളിൽ ഒരിക്കൽ പോലും ഞാൻ അവരുടെ പേര് പറയുന്നതോ അല്ലെങ്കിൽ കണ്ടിട്ടില്ലെന്നുള്ള എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇഷ്ടമല്ല. മുമ്പിൽ വരുന്ന ഓരോ വർഷത്തിനും ആ താളങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയാകുന്ന ഒരു ആരാധന ചെയ്യും. കുറ്റത്തോടിയാണ് കുലവനാണ് ഏത് തെയ്യമാണ് ആ തെയ്യത്തിന് അതിനോട് അനവധി പ്രവർത്തകർക്ക് അവരിടുന്ന വസ്ത്രം മുതൽ നാടയാഭരണങ്ങൾ അവരുടെ നിധി മേടിച്ചു പോലും അവരുടെ സമ്പാദനം അറിയപ്പെടുന്നതിന് അവരുടെ വിഷയമാണ് ഈ പൊതുവേദികളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഓരോ തെയ്യത്തിൻ്റെയും യഥാർത്ഥ ശക്തിയെന്ന് പറയുന്നത്. അവരിതൊന്നും ഇവരില്ല ചെയ്യുന്നത്. സംവിധായകനും നടനും ഒരേപോലെ എല്ലാം ഉൾക്കൊള്ളുന്നത് അത് അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ അത് ഉൾപ്പെടുത്തുന്ന ചിന്തകൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു അഭിനയം അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു നാട്ടിൽ ഈ നാട്ടിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിനകത്ത് വെച്ച് കിടന്ന ഓരോ അവതരണത്തിനും അതിൻ്റേതായ ഭംഗി കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ അതിൻ്റേതായ ആരോഗ്യം നിലനിർത്താൻ പ്രവർത്തിക്കുന്നവരാണ് അണിയറ. കാണികൾക്ക് മുമ്പിൽ ഇവരെ മാത്രമേ എല്ലാവർക്കും പരിചയമുണ്ട്. ബഹുമതി കിട്ടിയാൽ വിളിക്കും കെട്ടി തെയ്യം കെട്ടുന്ന എന്ന രൂപത്തിൽ മലത്തിൻ്റെ പുറകിലിരുന്ന് അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഇടക്കായ അരയ്ക്കുന്ന ആളുകളെ ആർക്കും അത്രയും ശ്രദ്ധിക്കപ്പെടാത്ത ആളുകൾക്ക് വേണ്ടി ആകട്ടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ്. ഓരോ വേഷം ഇറങ്ങുന്നതിന് മുമ്പ് അതിനുള്ള ഓരോ വെച്ചുകെട്ടുകൾ ഉണ്ടാക്കി മുഖമെഴുത്ത് ചായങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ആ രൂപം ഇറങ്ങാതിനുള്ള അതിൻ്റെ ഓരോ വളയും മാലയും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കെട്ടിയുണ്ടാക്കി കണ്ട ഈ രൂപത്തിലേക്കായിട്ട് നമ്മൾ കാണുന്നത്. ഈ രൂപം കാണുന്നതിന് മുമ്പ് അവരുടെ മുഖത്തെഴുതുന്ന ചായങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓരോ തിറയ്ക്കും ആവശ്യമായിട്ടുള്ള ഓരോ മുടികളും കെട്ടിയുണ്ടാക്കുന്നതാണ് ഇത് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ അളവെടുത്ത് മെഷർമെൻറ്റ് നോക്കി ഒരാൾ ഒന്നിച്ചിരുന്നാൽ ഇത് പെട്ടെന്ന് തീരില്ലല്ലോ. ഒത്തിരി കലാകാരന്മാരിരുന്ന് ആ ശ്രദ്ധയോടുകൂടി കെട്ടിയുണ്ടാക്കുന്നതാണ് ഈ രൂപങ്ങൾ. കാണുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമായിരിക്കും,
പക്ഷെ ഇത് ഉണ്ടാക്കുന്നതിന് അതിൻ്റേതായ എഫേർട്ടുകളുണ്ട്. ഇതെല്ലാം വെച്ച് പിടിപ്പിച്ച് ഒരു രൂപമാക്കി മാറുമ്പോഴും അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നുള്ളൂ. ഇവരണിഞ്ഞിരിക്കുന്ന ഓരോ ആഭരണങ്ങളും ഓരോ കാര്യം കലാകാരന്മാരുടെ കഴിവ് തന്നെയാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. കണ്ടോ, കുരുത്തോലയിൽ തീർക്കുന്ന മാസ്മരിക വിസ്മയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ കാണാറുണ്ട്. താജ്മഹൽ കാണുമ്പോൾ നമ്മൾ പറയണത് വാ, ഇത് ഉണ്ടാക്കിയ ആളുടെ കഴിവാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ ഒരു കഴിവാണിത്. രൂപമില്ലാത്ത ഒന്നിന് അവരുടേതായ രീതിയിൽ രൂപം നൽകി ഭംഗിയും വൈകി നൽകുന്നതിനാണ്. അത് വളരെ മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തു പോരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് കാണുമ്പോൾ ആ തെയ്യത്തിനെ അത്രമാത്രം മനോഹരമാക്കുന്നത്. ഇത്തരം കലാകാരന്മാരെ കണ്ട കുരുത്തോലയിൽ ഈ റെഡിമെയ്ഡ് സാധനങ്ങളെല്ലാം കിട്ടുന്ന ഈ കാലത്ത്, ആധുനിക കാലത്ത് ഇന്നും അത് കൈകൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന കലാകാരന്മാരെന്ന് പറയുമ്പോൾ അവർ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഓരോ വേഷത്തിനും അനുയോജ്യമായ രീതിയിലുള്ള മുടിത്തെയ്യങ്ങൾ, മുടിക്കോപ്പുകൾ, മുടി കെട്ടിയുണ്ടാക്കി ഇതെല്ലാം സൂക്ഷിക്കുകയും വേണ്ടേ. പക്ഷേ ഈ കുരുത്തോല കൊണ്ടുണ്ടാക്കുന്നതല്ല ആ സമയത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നീട് അത് ഉപേക്ഷിക്കുകയും വീണ്ടും വീണ്ടും ഓരോ തിറയാട്ടത്തിൻ്റെ സമയത്ത് കെട്ടിയുണ്ടാക്കുന്നതുമാണ്. ഓരോ തിറയ്ക്കും അനുയോജ്യമായിരിക്കുന്ന വസ്ത്രാലങ്കാരങ്ങൾ, കിരീടം, സ്ത്രീകൾക്ക് വേറെ, പുരുഷവേഷത്തിന് വേറെ എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൻ്റേതായ രീതിയിൽ മുഖമെഴുത്തുകൾ, അവർ കൊടുക്കുന്ന ആഭരണങ്ങൾ, വസ്ത്രത്തിൽ എല്ലാത്തിനും തന്നെ വ്യത്യസ്തത പുലർത്തുന്നവരാണ് ഇവർ. ആ വ്യത്യസ്തത നമുക്ക് കാണാനും പറ്റും. ഏതൊരു വേഷം കാണുമ്പോൾ അതാണാണോ പെണ്ണാണോ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അത് വയസ്സനാണോ വൃദ്ധനാണോ ബാല്യക്കാരനാണോ എന്ന രീതിയിൽ നമുക്കതിനെ അറിയപ്പെടാം. നാഗകാളി, പൊട്ടൻതിറ, കുലവൻതിറ, കുട്ടിച്ചാത്തന്, അങ്ങനെ പൂക്കുട്ടി, തീക്കുട്ടി, കരിങ്കുട്ടി അങ്ങനെയുള്ള തിറകൾക്കാണ് ഏറ്റവും കൂടുതൽ. നാഗകാളിക്കേക്കാണ് മുടിത്തെയ്യങ്ങൾ കൂടുതലായിട്ട് വെക്കുന്നത്. പിന്നെ അന്നപൂർണേശ്വരി അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ മുടികൾ അധികം കെട്ടിയുണ്ടാക്കുന്നത്. അത്തരത്തിൽ കെട്ടിയുണ്ടാക്കുന്ന മുടികളാണ്. ഇതെല്ലാം കുരുത്തോലയിലാണ്. കുരുത്തോല, മുള, തീർത്തും പ്രകൃതിദത്തമായ വിഭവങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. വാഴ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, വാഴയുടെ തണ്ട് അതെല്ലാം വെച്ചിട്ട് കൈയുടെ, അതായത് വാഴയിലയുടെ കൈ വെച്ചിട്ട് മടക്കി വെച്ച് അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുകയും പിന്നീട് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അതുപോലെ തന്നെ കെട്ടിയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അത് എടുത്തത് കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. അടുത്തത് പോകുമ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് അഗെയിൻ, ഇത് വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു സാധനം ആ ഒരു മെഷർമെൻ്റ് അളവിൽ നമുക്ക് കാണുന്ന രൂപത്തിലേക്ക് ഭംഗിയിലാക്കി ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് എഫേർട്ടുണ്ട് അത് കെട്ടിയുണ്ടാക്കുന്നതിന്. അത് ജസ്റ്റ് മുള മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുരുത്തോല കൊണ്ട് ഓല വെച്ചുണ്ടാക്കുന്ന നമ്മൾ ഒരുപാട് നമുക്ക് എന്താ പറയുക, ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമുക്ക് പാഴ്വസ്തുക്കൾ കൊണ്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ക്രിയേറ്റിവിറ്റിയായി കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരോ അവതരണത്തിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്ന കൂട്ടത്തിൽ തന്നെ അവരുണ്ടാക്കുന്ന സംഭവങ്ങൾക്കും ഓരോ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇവിടെ. ഇത് പിന്നാമ്പുറ കാഴ്ചകൾ. ഫ്രണ്ടിൽ നമ്മൾ കാണുമ്പോൾ നമ്മളെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി നിന്ന് കളിക്കുന്ന ഭഗവതിയും ഓരോ തെയ്യക്കോലത്തെയും നമ്മൾ മതിമറന്ന് ആസ്വദിക്കാറുണ്ട്, കാണാറുണ്ട്. കണ്ടിട്ട് നമ്മളതിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷെ അത്തരത്തിൽ രീതിയിൽ ഇത് കെട്ടി ഉണ്ടാക്കുന്ന കലാകാരന്മാർ ഒരിക്കലും അറിയാൻ പാടില്ല. പക്ഷെ ഇത് കെട്ടിയുണ്ടാക്കുന്ന വിശ്വട്ടൻ അവരുടെ അനുഷ്ഠാന തിറയാട്ട സമിതിയുടെ ഏറ്റവും നല്ലൊരു വേഷക്കാരനാണ്. അവരാണ് ഇവിടെ ഇരുന്നിട്ട് ഇത് കെട്ടിയുണ്ടാക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അരങ്ങത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരൻ അണിയറയിൽ ഇരുന്നിട്ട്
അടുത്ത തിരക്ക് ഇറങ്ങാനുള്ള മുടി കോപ്പുകളും തെയ്യങ്ങളും കെട്ടി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ആ കലാകാരനൊരു മനസ്സുണ്ട്. അവർക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം, എനിക്കത് പറ്റില്ല, ഞാൻ വേഷം കെട്ടാൻ വേണ്ടി വന്നത്, എനിക്കത് കെട്ടിയിട്ട് പോവാം. പക്ഷെ അവരത് ചെയ്യില്ല. അവരവരെ സംഘത്തിന് അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയ്ക്ക് നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള എല്ലാതര കഴിവുകളും അവർ ചെയ്യുന്നുണ്ട്. അതിനൊത്തും ഉദാഹരണമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് മേഖലയിലാണെങ്കിലും ആളുകൾ അവരുടെ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുമ്പോൾ ഈ സമിതിയിൽ അങ്ങനെ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് തെയ്യം ആടാൻ വരുന്ന കലാകാരന്മാർക്ക് അവർക്കത് വേഷം കെട്ടിയാൽ മാത്രം മതി. പക്ഷെ ആ കലാസമിതിയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ എല്ലാ എഫേർട്ടും അവരെടുക്കണം. അവരെ ഏൽപ്പിച്ചത് മുതൽ അവരതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം കമ്മിറ്റിക്കാരോട് പറഞ്ഞ് മുള വേണം, കുരുത്തോല വേണം, ഇന്ന സാധനങ്ങൾ നമുക്ക് വേണം. അത് കിട്ടി അവർ കൊണ്ടുവന്ന് കെട്ടി ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ മുമ്പിലൊരു തെയ്യ രൂപമായിട്ട് നിൽക്കുന്നത്. കണ്ണൂർ ഭാഗത്തേക്ക് തെയ്യ രൂപങ്ങൾക്കെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് കുരുത്തോല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി അവർ തുണിയിലാണ് ഒരുപാട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൂടുതലും കുരുത്തോലകൾ അധികമായിട്ട് വരാറുണ്ട്. അത് കുറഞ്ഞ രീതിയിലൊന്നുമല്ല, വളരെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ കുറേയായിട്ട് വരാറുണ്ട്. അത് വരുമ്പോൾ തന്നെ അതിന് വളരെയധികം മാറ്റങ്ങളും കാര്യങ്ങളും വരും. അതൊരു ഭംഗിയാണ്. ഈ കുരുത്തോലയിൽ ഫ്രഷായിട്ട് കെട്ടി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഭംഗി, പ്രത്യേക ഭംഗി, അത് നമുക്ക് കണ്ട് തന്നെ ആസ്വദിക്കണം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മുഖമെഴുത്തും കാര്യങ്ങളും. കണ്ടോ, ഒരാളെ മുഖമെഴുതി കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കത് വരച്ചു കൊടുക്കുക. അത് ഓരോ രീതിയിൽ ഓരോ തിറയ്ക്കനുസരിച്ചിട്ട് അതിൻ്റെതായ രീതിയിൽ അവരത് വരയ്ക്കുന്നു. പിന്നീടാണത് നമുക്ക് രൂപമായിട്ട് തെയ്യമായിട്ട് മുമ്പിലെത്തുന്നത്.
കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഉത്സവ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, സീ യു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ, സീ യു.